വിഷ്വൽസിലൂടെ എമ്പുരാന്റെ തീം ഒരു ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരിക്കാമെന്ന സൂചനകളും ഒരുപാടുണ്ട്. ഇതിൽ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളും ഗ്രൂപ്പുകളും അതുമായി അബ്രഹാം ഖുറേഷിക്ക് എന്ത് ബന്ധമാണ് ഉണ്ടാകാൻ സാധ്യതയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ സാധ്യത എബ്രഹാം ഖുറേഷിക്കും ഇറാഖുമായി എന്ത് ബന്ധമാണുള്ളത്. ടീസറിംഗിന്റെ ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ നോർത്തേൺ ഇറാഖിലെ IS ടെററിസ്റ്റ് മൂലം നശിച്ചുപോയ ഇറാഖി സിറിയൻ കാത്തലിക്സ് താമസിക്കുന്ന ഒരു ഗോസ്റ്റ് ടൗൺ ആയ ഖറഗോഷിനെയാണ് കാണിക്കുന്നത്. ഇത് ഒരുപക്ഷെ നടന്നത് 2016 കാരണം ISന്റെ കൺട്രോളിലുള്ള നോർത്തേൺ ഇറാഖി സുരക്ഷാ ഉദ്യോഗസ്ഥരും കുർദിഷ് പോരാളികളും സുന്നി അറബ് ഗോത്രക്കാരും ഷിയ അർദ്ധ സൈനിക വിഭാഗക്കാരും അടങ്ങുന്ന ഒരു സഖ്യം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെയും എയർഫോഴ്സിന്റെയും പിന്തുണയോടുകൂടി മൊസൂളും ഖറഗോഷും തിരിച്ചുപിടിച്ചത് 2016 നോർത്തേൺ ഇറാഖിൽ അബ്രഹാം ഖുറേഷിക്ക് എന്താണ് കാര്യമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാരണം ചരിത്രപരം അല്ലെങ്കിൽ ബിബ്ലിക്കലാണ്. പഴയ നിയമത്തിൽ ലൂസിഫറിനെ കുറിച്ച് ആണെന്നും അല്ലെന്നും പ്രതിപാദിക്കുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. ഇത് ലൂസിഫർ ആണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ചില ഭാഗങ്ങൾ ഇസായി ചാപ്റ്റർ 14 12 തൊട്ട് 15 വചനങ്ങൾ പറയുന്നുണ്ട്. ഈ വചനങ്ങളിൽ ദ ഫാൾ ഓഫ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നുണ്ട്. അതായത് ഫാൾ ഓഫ് ലൂസിഫറിനെ കുറിച്ച് പറയുന്ന വേഴ്സസ് ആണ് ഇവിടെ. ദൈവത്തെ വെല്ലുവിളിച്ച് ബാബിലോണിന്റെ രാജാവിന്റെ പതനത്തെ സൂചിപ്പിക്കുന്ന വേഴ്സസ് ആണ് ഇത്. ഈ ബാബിലോൺ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലാണ്. അതുമായി ബന്ധപ്പെട്ടാണോ അബ്രഹാം ഖുറേഷി എന്ന ലൂസിഫർ ഇറാഖിൽ പോയത്? അതിനുള്ള സാധ്യത കുറവായിരിക്കാം. ഇനി അബ്രഹാം ഖുറേഷി കാർട്ടൽ ഗ്രൂപ്പിന്റെ സിൻഡിക്കേറ്റ് ലീഡറാണോ? ഇതിൽ പറയുന്ന കബൂഹ കാർട്ടൽ റിവാണ്ടയിലെ 1994 8 ലക്ഷം ടൂട്ടൂസിനെയും ഒരുപാട് മോഡറേറ്റ് ഹൂട്ടൂസിനെയും കൊന്ന കൂട്ടക്കൊലയിലെ മേജർ മാസ്റ്റർ മൈൻഡ് ആയിരുന്ന ഫെലിക്കൻ കബൂഹയാണ്. അമേരിക്ക $5 ലക്ഷം ഇയാളുടെ തലയ്ക്ക് വില. ഖാർഗോഷിലെ ഒരു തകർന്ന ചർച്ചിൽ കബൂഹ കാർട്ടലും അബ്രഹാം ഖുറേഷിയും തമ്മിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്ന് ഒരു US ഫീമെയിൽ സോൾജർ പെന്റഗണോട് പറയുന്നുണ്ട്. അവർ പെന്റഗണോട് ഇതാണ് നമ്മുടെ ബെസ്റ്റ് ചാൻസ് എന്നും ഇവരെ ഇപ്പോൾ പിടിക്കാനോ കൊല്ലാനോ കഴിയുമെന്ന് അനുമതി ചോദിക്കുന്നുമുണ്ട്. മറിച്ച് കബൂഹ കാർട്ടൽ ഒരു ഇറാഖി ബേസ്ഡ് കാർട്ടൽ എന്ന് വിചാരിക്കുക. എന്നാൽ എന്ത് കാർട്ടലായിരിക്കും ഇറാഖിൽ അന്നുണ്ടായിരുന്നത്? സദ്ദാം ഭരണം വീണതിനു ശേഷം ഇറാഖിൽ ക്രിമിനൽസിന്റെയും കാർട്ടൽസും വളരെ പവർഫുൾ ഗ്രൂപ്പായി മാറിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും മേജറായി ഉള്ളത് ഡ്രഗ്സ് കാർട്ടൽ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് കാർട്ടൽ, അല്ലെങ്കിൽ ഗൺസ് കാർട്ടൽ, അതുമല്ലെങ്കിൽ ഓയിൽ കാർട്ടൽ. ആദ്യ രണ്ടും സ്റ്റീഫൻ നെടുമ്പള്ളി ഇൻവോൾവ് ആകില്ല എന്ന് ലൂസിഫറിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഏറ്റവും സാധ്യത ഗൺസ് കാർട്ടൽ അല്ലെങ്കിൽ ഓയിൽ കാർട്ടൽ ആയിരിക്കും. അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് is a dirty business. ഇനി എബ്രഹാം ഖുറേഷി സുപ്രീം ലീഡർ ഓഫ് മെർസനറീസ് ആണോ? മെർസനറി എന്ന് പറയുന്നത് ഹൈലി ട്രെയിൻഡ് പെയ്ഡ് സോൾജേഴ്സിനെയാണ്. കൂലിപ്പടയാളികൾ എന്ന് നമുക്ക് പറയാം. ഹൈലി ട്രെയിൻഡ് പെയ്ഡ് സോൾജേഴ്സിനെ വെച്ച് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പ്രൈവറ്റ് മിലിറ്ററി കമ്പനീസ് ലോകത്ത് ഒരുപാടുണ്ട്. ഈ അടുത്ത കാലത്ത് ഏറ്റവും ഫേമസ് ആയത് റഷ്യൻ സർക്കാരിന് വേണ്ടി ലോകമെമ്പാടും സൈനിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു റഷ്യൻ കൂലിപ്പടയാളി സംഘമാണ് വാഗ്നർ ഗ്രൂപ്പ്. അതുപോലെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു പ്രൈവറ്റ് മിലിറ്ററി ഗ്രൂപ്പിന്റെ തലവനാണോ അബ്രഹാം ഖുറേഷി? ടീസറിൽ മിക്ക ഫ്രെയിംസിലും ബ്ലാക്ക് കോമ്പാറ്റ് യൂണിഫോം ധരിച്ച കമാൻഡേഴ്സിനെ കാണാം. അതിന്റെ ലീഡർ ആകാനാണ് ഏറ്റവും വലിയ സാധ്യത. ഒരു ഷോട്ടിൽ ഇവരുടെ കാറിനെ US ആർമി ടാർഗറ്റ് ചെയ്യുന്നുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എമ്പുരാന്റെ തീം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒതുങ്ങില്ല. അമേരിക്കയും റഷ്യയും ചൈനയും മിഡിൽ ഈസ്റ്റും ഇന്ത്യയും ഉൾപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ആയിരിക്കാം ഇതിന്റെ തീം. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ച് മുരളി ഗോപിക്കും പൃഥ്വിരാജിനും നല്ല ധാരണയുണ്ട് താനും. ചൈന ആയിരിക്കുമോ ഇതിലെ വില്ലൻ? ഇതിൽ ജിതിൻ ദാസ് രാംദാസ് മരിക്കുമോ? എന്തുകൊണ്ട് പ്രിയ രാംദാസ് പൊളിറ്റിക്സിൽ വന്നു? കൊട്ടാരം വളഞ്ഞ് കത്തിക്കുന്ന സീനിൽ കുട്ടിയെ എടുത്തുകൊണ്ടു പോകുന്നത് ആരാണ്? എന്തായാലും 2 മാസത്തിനുള്ളിൽ ഇതിന് ഉത്തരം കിട്ടും. ജംഗിൾ ഫൈറ്റ്, ഡെസേർട്ട് ഫൈറ്റ്, ചർച്ച് ഫൈറ്റ്, പിന്നെ ഏരിയൽ ഫൈറ്റ്സ് കൊണ്ട് ഒരു ജംഗിൾ പൊളിയായിരിക്കും എമ്പുരാൻ. ഒരു വലിയ ഹൈപ്പ് ഇല്ലാതെ ഒരു മീഡിയം ഹൈപ്പിൽ എമ്പുരാന്റെ ടീസർ കൊടുത്തത് നന്നായി. ഒരു മീഡിയം എക്സ്പെക്ടേഷൻസിൽ ഒരു സിനിമ കാണുന്നതായിരിക്കും നല്ലത്. മീഡിയം ടു ഹൈ ക്വാളിറ്റി റിവ്യൂസ് ഉണ്ടായാൽ തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ 300 to 500 crore ബിസിനസ് ഉറപ്പിക്കാം. ഇത് മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മാജിക് ആണ് എമ്പുരാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു മലയാളത്തിന്റെ KGF ആയി മാറാൻ വലിയ സാധ്യതയുണ്ട്.